ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ പറയുന്നത് ബ്രദറിൻ്റെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ, കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അന്ന് എടുത്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എൻഗേജ്മെൻറ്റിലുള്ള ഹാമ്പറൊക്കെ നമ്മൾ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്, ഒക്കെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടോക്കാം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ വീഡിയോ കാണുന്ന ഇടയിൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് വീഡിയോ ഒന്ന് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച ആയിരുന്നു കേട്ടോ എൻഗേജ്മെൻറ്റ്. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്ത് തുടങ്ങുന്നത്. ഒരു 4 മണി ഒക്കെ ആവുന്ന ടൈമിലാണ്. അപ്പോൾ ഞങ്ങൾ ഒരു 10-11 മണിയാവുന്ന ടൈമിലൊക്കെ നമ്മൾ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. തിരുവിൽ നിന്നാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഹാമ്പറും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഹാമ്പർ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുഴുവനായിട്ട് എടുക്കണം എന്ന് വിചാരിച്ചാണ്. പക്ഷേ കറണ്ട് നമ്മളെ ചതിച്ചിട്ട് ഇടയ്ക്ക് ഇങ്ങനെ കറണ്ട് പോയും വന്നിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് ക്ലിയർ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ എനിക്ക് കുറേ ഭാഗങ്ങളൊന്നും വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അന്ന് കറണ്ടിനൊരു പ്രത്യേക കളിയായിരുന്നു, പോവുക വരിക അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങി വന്ന് ഇപ്പോൾ 4 മണിയൊക്കെ ആയിക്കണം കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ ശനിയാഴ്ചൻ്റെ അന്ന് അങ്ങനെ വെള്ളിയാഴ്ച ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ വെള്ളിയാഴ്ച മാർക്കറ്റ് നമ്മളിവിടെ തിരൂര് ഗൾഫ് മാർക്കറ്റ് ഉണ്ടാവില്ലല്ലോ, നമ്മൾ മിഠായും കാര്യങ്ങളൊക്കെ വാങ്ങണം. അപ്പം ഞങ്ങൾ ശനിയാഴ്ചയാണ് രാവിലെയാണ് വാങ്ങാൻ പോയിട്ടുണ്ടായിരുന്നത്. അതൊക്കെ വാങ്ങി വന്നു. നമ്മളെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് 4 മണിയൊക്കെ കഴിഞ്ഞ് നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളിത് സെറ്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന സംഭവമല്ലോ, അപ്പോൾ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അങ്ങനെ അപ്പോൾ ഞാനത് ചെയ്യുമ്പോൾ കട്ടക്ക് മക്കളുണ്ടായിരുന്നു കേട്ടോ. കൂടെ മക്കളെന്ന് പറയുമ്പോൾ ആങ്ങളുടെ 2 മക്കളുണ്ടായിരുന്നു, അനിയത്തിൻ്റെ മോളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് അത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനിയിപ്പോൾ നമ്മളിതാ ഈ ചോക്ലേറ്റില്ലേ, നമ്മളെ സാധാ ഇതുപോലത്തെ ചോക്ലേറ്റ്, ഇത് ഞങ്ങൾ 6 കിലോ ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓരോ കിലോ ആയിട്ട് 6 ടൈപ്പ് ടേസ്റ്റിലുള്ള ചോക്ലേറ്റ് 6 പാക്കറ്റ്, ഓരോ കിലോത്തിൻ്റെ 6 പാക്കറ്റ് ആയിട്ടാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ബാർ ചോക്ലേറ്റ് നമ്മൾ എല്ലാതും വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിറ്റ്കാറ്റ്, അതുപോലെ തന്നെ ബൗണ്ടി, ഡയറി മിൽക്ക്, അങ്ങനെ എല്ലാതും ബാർ ചോക്ലേറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഞങ്ങൾ ആമ്പറിലേക്ക് താഴായിട്ട് നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ 5 ആമ്പറിലായിട്ട് നമ്മൾ താഴായിട്ട് ഈ ചോക്ലേറ്റ് നിറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ 4 ഇതുപോലത്തെ ഹാമ്പർ ഉണ്ടായിരുന്നു. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ഹാമ്പർ ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ബോക്സ് ടൈപ്പ്. അതിലേക്കും നമ്മൾ ഫുള്ളായിട്ടല്ല പകുതിയോളം നമ്മൾ ഈ ചോക്ലേറ്റ് നിറയ്ക്കുക കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്കാണ് നമ്മൾ ബാർ ചോക്ലേറ്റ് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ സെല്ലോ ടോപ്പ് ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ ബാർ ചോക്ലേറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് മുഴുവനായിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. കുറേ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്, പക്ഷേ കുറേ കാര്യങ്ങളൊന്നും എടുക്കാനും പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കറണ്ട് ഇങ്ങനെ പോണോണ്ട് നമുക്ക് വീഡിയോ മുഴുവനായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത് 4 നമ്മൾ നിറച്ചതിന് ശേഷം ഇതാ ഈ ആർട്ട് ഷേപ്പിലുള്ള ബോക്സും കൂടെ നമ്മൾ പകുതിയോളം നിറച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ മിഠായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 6 കിലോ മിഠായി വാങ്ങിയത് നമ്മൾ 5 ഇതിലേക്ക് നിറച്ചിട്ടുണ്ട്. കണക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ ബാർ ചോക്ലേറ്റൊക്കെ പൊട്ടിച്ചിടാം കേട്ടോ. അങ്ങനെ ബാർ ചോക്ലേറ്റ് ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് വേറെ ഒരു ഹാമ്പറും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിക്കട്ടോ. അത് ഉണ്ടാക്കണില്ല ഞാൻ, അത് ഏത് ഹാമ്പറിൽ നിന്ന് കാണിച്ചു തരാം കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ബോക്സിലുണ്ട്. 2-3 ബോക്സ് ആയിട്ടൊക്കെയാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കിറ്റ്കാറ്റിൻ്റെ 2 ബോക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ബൗണ്ടിൻ്റെ ഒരു ബോക്സ്, അങ്ങനെ എല്ലാതും ബോക്സിലാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായത്. 1-2 ബോക്സ് ആക്കിയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഈ ആമ്പറിൽ നട്സുകളാട്ടോ സെറ്റ് ചെയ്യണം. അപ്പോൾ നട്സുകൾ എന്ന് പറയുമ്പോൾ 7 ടൈപ്പ് നട്സ് നമ്മൾ ഇതിലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ജെംസ് മിഠായില്ലേ, അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പിസ്ത, ബാദാം, എന്താ പറയുക, കിവിയില്ലേ, കിവി ഡ്രൈ ആക്കിയ കിവി ഉണ്ടായിരുന്നു. ഉണക്കമുന്തിരില്ലേ, നമ്മളെ കറുപ്പ് കളറിലുള്ള ഉണക്കമുന്തിരി, അത് അങ്ങനെയൊക്കെ ഉണ്ടാവും വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് കളർഫുൾ ആവാൻ വേണ്ടിയിട്ട് ഞാൻ നടുവിലായിട്ട് ഇതുപോലെ ജെംസ് മിഠായി വെച്ചെടുത്തു. ബാദാം, പിസ്ത, അത് തന്നെ ക്യാഷ് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഒരു ടൈപ്പ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, കളർഫുള്ളായിട്ടുള്ള ഒരു ചോക്ലേറ്റ്, അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ട് നമ്മൾ ഈ ആമ്പർ ഒന്ന് ഫില്ലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കുറേശ്ശെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത് ഞാൻ 250 ഗ്രാമിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാതും ഓരോ പാക്കറ്റ് വാങ്ങിയിട്ട് ഇതിലേക്ക് ഇട്ടെടുത്തായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ കിവി ഉണക്കിയത് അതാണ് കേട്ടത്. അതും കൂടെ ഞാൻ ഇതിലേക്ക് സെറ്റാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. മറ്റേ ചോക്ലേറ്റിൽ കളർഫുള്ളായിട്ടുള്ള ചോക്ലേറ്റും കൂടെ ഇതിലേക്ക് സെറ്റായിട്ടുണ്ട്. അങ്ങനെ 7 ടൈപ്പാണ് നമ്മൾ നട്സുകളിൽ ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഹാമ്പറിലാക്കിയ ഉടനെ തന്നെ ഞാൻ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ബാദാം, പിസ്തയും കാഷ്യൊക്കെ ആയാലും പെട്ടെന്ന് ഇങ്ങോട്ട് തണുപ്പ് കാറ്റടിച്ചാൽ പെട്ടെന്ന് ഇങ്ങോട്ട് എന്താ പറയുക, ഒരു ക്രിസ്പി പോകുമല്ലോ. അപ്പോൾ ഞാൻ വേഗം കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊക്കെ അപ്പോൾ നമ്മൾ നട്സിൻ്റെ ഹാമ്പർ ഇവിടെ സെറ്റായിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ നട്സിൻ്റെ ഹാമ്പർ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡോട്ട് ആയിട്ടുള്ള ഒരു കവർ ചെയ്യുന്ന ഒരു കവറുണ്ട്, അത് വാങ്ങണമെന്ന് കേട്ടോ വിചാരിച്ചത്. അപ്പോൾ ഞാൻ 2-3 കടകളിൽ ചോദിച്ചപ്പോഴൊന്നും എനിക്ക് അത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ അടുത്തുള്ള ക്ലീൻ റാപ്പ് വെച്ചിട്ട് പിന്നെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ 3-4 പ്രാവശ്യമായിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണ് തണുക്കാൻ പാടില്ലല്ലോ, നട്സുകളൊന്നും തണുക്കാൻ പാടില്ല. അങ്ങനെ ഞാൻ റൗണ്ടിൽ 2-3 പ്രാവശ്യം ഇങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ മറ്റേതാണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അടുത്തുള്ള വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഞാൻ നമ്മൾ പിന്നെ ചോക്ലേറ്റ് വെച്ച ഹാമ്പറിൻ്റെ മേലൊക്കെ ഇതുപോലെ ബാർ ചോക്ലേറ്റ് ഇങ്ങനെ ഞാൻ ആദ്യം ഇങ്ങനെ ഇതുപോലെ ഡബിൾ ടാപ്പ് ചുറ്റിയിട്ട് അതിൻ്റെ മേലെ പിന്നെ ചോക്ലേറ്റ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ശരിക്കും ഇങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല കേട്ടോ, കറണ്ട് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ ഞാനിതൊക്കെ സെറ്റ് ചെയ്യണമെന്നൊക്കെ മുഴുവനായിട്ട് എടുക്കണം എന്ന് തന്നെ വിചാരിച്ചായിരുന്നു, പക്ഷേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതപ്പോൾ ഇതിലൊക്കെ ഞാൻ ഇതുപോലെ ചോക്ലേറ്റൊക്കെ വെച്ച് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 5 ഹാമ്പർ ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതൊക്കെ സെറ്റ് ചെയ്യുന്ന നേരം കൊണ്ട് മക്കളവിടെ പിന്നെ എന്താ പറയുക ബൊക്ക ഉണ്ടാക്കായിരുന്നു കേട്ടോ. ചെക്കന് പെണ്ണിന് കൊടുക്കാനുള്ള ഒരു ബൊക്ക റെഡിയാക്കാന്നുള്ളതിൽ അങ്ങനെ അതിൻ്റെ പണി അവർ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങനത്തെ അപ്പോൾ പെണ്ണിന് കൊടുക്കാനുള്ള ബുക്കൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് നമുക്ക് പിന്നെ ഹാമ്പറിലാക്കണമല്ലോ. അപ്പോൾ നമ്മൾ 2 ജോഡി ഡ്രസ്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഈ റെഡ് കളറിലുള്ളത് ചുരിദാർ ബിറ്റാട്ടോ, അത് പിന്നെ നമ്മൾ അങ്ങനെ തുണി എടുത്തതായിരുന്നു. അത് ഇതുപോലെ സ്റ്റാൻഡ് പോലത്തെ ഹാമ്പറുണ്ട്, അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ ഇതിൽ ഞാൻ ലെവലിൽ മടക്കി എടുത്തിട്ട് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ മേലത്തെ ഇതിലായിട്ട് ഞാൻ ചെരുപ്പാട്ടോ വെച്ച് കൊടുക്കുന്നത്. ചെരുപ്പ് ഞാൻ ആദ്യം ഒന്ന് അവിടെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം പിന്നെ ഞാൻ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഡ്രസ്സ് നമ്മളങ്ങനെ ഒട്ടിച്ച് കൊടുക്കുക ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ചെരുപ്പ് ഇതുപോലെ ഡബിൾ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കട്ടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു ഡ്രസ്സിൻ്റെ ഹാമ്പർ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രസ്സിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലത്തെ ബോക്സ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. മേലെ പിന്നെ മേൽഭാഗത്ത് ഇങ്ങനെ ഇതുപോലെ ഗ്ലാസിൻ്റെ ഒരു പിന്നെ എന്താ പുറത്തേക്ക് കാണുന്ന ടൈപ്പ് ബോക്സ് അങ്ങനെ ആയിട്ടത് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതിലേക്ക് നമ്മൾ ഒരു കൂട്ട് പിന്നെ ചുരിദാർ സെറ്റായിട്ട് അത് വരുന്നത്. ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ, നല്ല ലൈറ്റ് യെല്ലോ ആണ്. ഇത് ഇപ്പോൾ ഫോട്ടോയിൽ അത്ര തന്നെ ഭംഗി കൊടുക്കുന്നില്ല, പക്ഷെ നല്ലൊരു കളറാട്ടോ എല്ലാം. അപ്പോൾ ഡ്രസ്സ് മാത്രം ഞങ്ങൾ ഇതുപോലെ ബോക്സിലാക്കിയപ്പോൾ വലിയൊരു ഭംഗി തോന്നില്ല കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നുള്ളതിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 2-3 ടൈപ്പിലൊക്കെ ഇങ്ങനെ ഫ്ലവേഴ്സ് വെച്ചിട്ടൊന്നും വലിയ ഭംഗിയായി തോന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ ബോക്സിൻ്റെ ഒരു സൈഡൊക്കെയായിട്ട് ഞാൻ ഇതുപോലെ ഒരു റോസ് വെച്ച് കൊടുത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു യെല്ലോ കളറിലുള്ള ഫ്ലവർ വെച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് ഞാൻ ഇതിൻ്റെ മേലായിട്ട് ഒരു പെർഫ്യൂമിൻ്റെ ബോട്ടിലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നേ. നമ്മൾ ബാഗ് വെക്കണ ഹാമ്പറിൽ വെക്കാനായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അതിൽ പോകാഞ്ഞപ്പോൾ ഞാൻ ഈ ഡ്രസ്സിൻ്റെ മേലായിട്ട് ഇങ്ങനെ സൈഡിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അതാ ഞാൻ ഇതിൻ്റെ മേലേക്ക് ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹാപ്പി എൻഗേജ്ഡ് എന്ന് പറഞ്ഞ ജസ്റ്റ് എൻഗേജ്ഡ് എന്ന് പറഞ്ഞ സ്റ്റിക്കർ ഇതുപോലെ ഞാൻ ഇതിൻ്റെ സൈഡിലായിട്ട് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഹാമ്പർ കാണാനായിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോയിൽ അത്ര അങ്ങോട്ട് കളർഫുൾ അല്ലെങ്കിലും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അങ്ങനെ അപ്പോൾ ഇതിവിടെ സെറ്റായിട്ടുണ്ട്. ഇതിന് ശേഷം പിന്നെ ഞാൻ പിന്നെ നമ്മൾ ബാഗിൽ ഹാമ്പറിൽ പെർഫ്യൂം കൊള്ളാഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തത് കേട്ടോ. പെർഫ്യൂമിൻ്റെ ബോട്ടിൽ അവിടെ ഉണ്ട്, പക്ഷേ ഇതിൽ ബാഗ് മാത്രം നമുക്ക് വെക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. പെർഫ്യൂം ഞാൻ പിന്നെ ആ ഹാമ്പറിൽ വെച്ച് കൊടുത്തു. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ ആംബർ സെറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ മേലേക്കുള്ള നെറ്റും കാര്യങ്ങളൊക്കെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ റെഡ് വൈറ്റ് തീമിലുള്ള നെറ്റാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ റെഡും ലൈറ്റ് യെല്ലോ ആണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ യെല്ലോ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ വൈറ്റ് ആക്കിയിട്ടാണ്. ആ വൈറ്റും റെഡുമാണ് അങ്ങനെ നെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ ഞാൻ അതിലേക്കുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ നമ്മൾ നെറ്റിൻ്റെ മേൽഭാഗത്ത് വെക്കാനുള്ള ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഒട്ടിച്ച് കൊടുക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് പരിപാടി കഴിഞ്ഞിട്ട് അത് ചെയ്യാന്നുള്ളതിൽ നമ്മുടെ ഡൈനിങ് ഹാൾ മൊത്തത്തിൽ കച്ചറ അനമ്പായി കിടക്കാണല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് ശേഷം മക്കൾ പോയിട്ട് അപ്പോൾ നമുക്ക് രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് പോകാമല്ലോ. അപ്പോൾ അവരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ എല്ലാം ഇതുണ്ടായിരുന്നു. അപ്പോൾ അവർ പോയി അങ്ങനെ. അപ്പോൾ നമ്മൾ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്ന് വെച്ചിട്ടുള്ളൂ. ഇത് നമ്മൾ ഒട്ടിച്ച് കൊടുത്തിട്ടില്ല കേട്ടോ. ഞാനൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് നോക്കിയെന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ ഗമ്മായിട്ട് അതൊക്കെ ഒന്ന് അതിന് ഒട്ടിച്ചെടുത്തിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വേറൊരു ഹാമ്പറും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇതിട്ട് നമ്മൾ ചോക്ലേറ്റ് ബാക്കിയായപ്പോൾ പിന്നെ നമ്മൾ ആ തെർമോക്കോളിൻ്റെ ഇതില്ലേ സെറ്റ് ഇങ്ങനെ കിട്ടുന്ന അത് തിരൂർ പോയിട്ട് അനിയൻ വാങ്ങിക്കൊടുന്ന് പിന്നെ അതിൽ മോണ്ടനാണ് കേട്ടോ. പിന്നെ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ചോക്ലേറ്റ് ബാക്കിയായപ്പോഴാണ് ഞങ്ങൾ പിന്നെ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഒരു ഹാമ്പറും കൂടെ അങ്ങനെ സെറ്റായി. ഇതാണ് നമ്മൾ ഹാമ്പറിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാത്തിലും ഇങ്ങനെ ഫ്ലവറൊക്കെ ഗമ്മായിട്ട് ഒട്ടിച്ച് വെച്ചു. നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഹാമ്പറൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
രാവിലെ 6 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് പോകാനുള്ള. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് അയൺ ചെയ്ത് വെക്കാന്നുള്ളതിൽ അങ്ങനെ മേലേക്ക് കയറി കേട്ടോ. അപ്പോൾ ഇതാണ് എനിക്ക് ഇടാനായിട്ടുണ്ടായിരുന്ന ഡ്രസ്സ് ഇട്ടാം. അപ്പോൾ ഞങ്ങൾ പിന്നെ ഒരേ മോഡൽ ഞാനും നാത്തൂൻസും അനിയത്തിയൊക്കെ ഒരേ മോഡലാണെങ്കിൽ ഡിസൈനിലൊക്കെ വ്യത്യാസമുണ്ട്, പിന്നെ കളർ ചേഞ്ച് അങ്ങനെയൊക്കെയാണ് കേട്ടോ എടുത്തുള്ളത്. അങ്ങനെ അപ്പോൾ ഇതാണ് എൻ്റേത് ഒരു എന്താ പറയുക, ഒരു ഒനിയൻ പിങ്ക് അങ്ങനെയൊക്കെ പറയില്ല, അങ്ങനത്തെ ഒരു കളറാട്ടോ. ഞാൻ ഇടാത്തൊരു കളറാണ്, അങ്ങനെ എടുത്തതാണ് ഇട്ടത്. അപ്പോൾ ഇത് അന്ന് രാത്രി 10 മണിയൊക്കെ ആയിക്കണ് പിന്നെ തയ്ച്ച് കൊണ്ടുവരുമ്പോൾ. അപ്പോൾ അതൊന്ന് ഇനി അയൺ ചെയ്ത് വെക്കാന്നുള്ളതിൽ അങ്ങനെ ഞാൻ മേലേക്ക് കയറിയാണ് കേട്ടോ. അങ്ങനെ ഇനിയിപ്പം നിശ്വസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടക്കാനായിട്ട്. അങ്ങനെ അപ്പോൾ ഞാനിത് അയൺ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രസ്സിൻ്റെ ഉൾഭാഗത്താണ് കേട്ടോ ഞാൻ അയൺ ചെയ്യണത്. കാരണം വെച്ചാൽ ഫുള്ള് സ്റ്റോണാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പുറം ഇങ്ങനെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ അടയാളങ്ങൾ ഇങ്ങനെ വരാം കേട്ടോ. അപ്പോൾ ഞാൻ ഉള്ളിൽ ഇങ്ങനെ ചുരിദാർ മറിച്ചിട്ട് ഉള്ളിലാണ് ഞാൻ അയൺ ചെയ്തെടുക്കുന്നത്. അങ്ങനെയൊക്കെ പിന്നെ ഞാനിതാ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വെള്ളിയാഴ്ചൻ്റെ അന്ന് മൈലാഞ്ചി ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ ശനിയാഴ്ച എന്തായാലും മൈലാഞ്ചി ഇടാൻ പറ്റില്ല, നമുക്കിതൊക്കെ സെറ്റ് ചെയ്യാണ്ട് ഇടാൻ പറ്റില്ല എന്നൊക്കറിയാം. അപ്പോൾ ഞാൻ വെള്ളിയാഴ്ച തന്നെ മൈലാഞ്ചി ഒക്കെ ഇട്ടു സെറ്റാക്കി. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ എൻഗേജ്മെൻറ്റിൻ്റെ അന്ന് പിന്നെ 6:30 ആയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയെന്നിട്ടാണ് കഴിഞ്ഞ ഞായറാഴ്ചൻ്റെ അന്ന്. അപ്പോൾ നമ്മൾ ഈ ആമ്പറുകളൊക്കെ നമ്മളെ വണ്ടിയിലേക്ക് കയറ്റുന്നൊക്കെ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. പക്ഷേ അതിനൊന്നും പറ്റിയില്ല കേട്ടോ. വണ്ടിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ ചെക്കനും അവൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഒരു വണ്ടിയിലായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ ആമ്പറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു അവസ്ഥ അല്ലായിരുന്നു കേട്ടോ. നല്ല മഴയായിരുന്നു. പിന്നെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ മാറ്റിയാണ്ട് മഴ കൊള്ളൂലല്ലോ ആരും. മഴ കൊടുത്ത് റിസ്ക് എടുത്ത് വീഡിയോ എടുക്കാനൊന്നും ആരും റെഡിയല്ലേ. അപ്പോൾ അങ്ങനത്തെ വീഡിയോകളൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല മഴയായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പാട്ടും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് പോവാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മൾ പിന്നെ വണ്ടിയിൽ നിന്ന് അന്ന് അധികം ആൾക്കാരും ചായയും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ എന്തെങ്കിലും കഴിച്ചിട്ട് തന്നെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ 11 മണിയാകുമ്പോഴത്തേനും അവിടെ പെണ്ണിൻ്റെ വീട്ടിലെത്തണം. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് എന്തെങ്കിലും ചായ കുടിക്കാന്നുള്ളതിൽ നെയ്യപ്പം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. നെയ്യപ്പം ചായ നമ്മൾ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അതൊക്കെ വണ്ടിയിൽ കയറ്റിയിട്ടുണ്ട്. അപ്പം മക്കൾക്കായാലും നെയ്യപ്പം അങ്ങോട്ട് വല്ലാതെ ഇഷ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ 1-2 ടൈപ്പ് ബേക്കറിയും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടെ ഒക്കെ മക്കൾക്ക് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ തൃശ്ശൂർ ചാവക്കാട് എത്തിയപ്പോൾ ബസ് നിർത്തിയിട്ട് അപ്പോൾ നമ്മൾ അവിടെ പമ്പിൽ നിന്ന് പിന്നെ ബാത്റൂമിൽ പോകാനുള്ളവരൊക്കെ പോയി. അങ്ങനെ നമ്മൾ നെയ്യപ്പം ചായയൊക്കെ അവിടെ നിന്ന് കുടിച്ചതിന് ശേഷമാണ് പിന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട് എന്ന് പറഞ്ഞാൽ എറണാകുളത്താണ് കേട്ടോ പെണ്ണിൻ്റെ വീട് വരുന്നത്. അപ്പോൾ നമ്മൾ 12 മണിയൊക്കെ കഴിക്കണം അവിടെ എത്തുമ്പോൾ. 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ ഞാൻ പറഞ്ഞത് നല്ല മഴയായിരുന്നു. അപ്പോൾ ബസ് വല്ലാതെ അങ്ങനെ സ്പീഡിലൊന്നും പോകാൻ പറ്റില്ല, അത്രയും നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ 12 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ അവിടെ എത്തുമ്പോൾ. എറണാകുളത്ത് മരട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ അവളെ വീട് വരുന്നത്. അങ്ങനെ ഒരു നെയ്യപ്പം അങ്ങനെ അതാ എല്ലാവരും ബസ്സിൽ നല്ല എൻജോയ് ചെയ്തിട്ടാണ് പാട്ട് പാടിയിട്ടും ഡാൻസ് കളിച്ചിട്ടും പാട്ടിട്ടിട്ട് അങ്ങനെയൊക്കെ. അപ്പോൾ ഒരുപാട് പാട്ടൊന്നും നമ്മൾ വീഡിയോക്ക് ഇടാൻ പറ്റണില്ല കേട്ടോ. നമ്മളെ വീഡിയോക്ക് കോപ്പിറൈറ്റ് വരാം കേട്ടോ. അപ്പോൾ ഈ പാടുന്ന എൻ്റെ ഫ്രണ്ടാണ് കേട്ടോ, എൻ്റെ കളിക്കൂട്ടുകാരിയാണ്, അമ്മായിൻ്റെ മോളാട്ടോ, അവളാണ് പാടുന്നത്. പക്ഷേ ആ പാട്ടൊക്കെ ഇട്ടിട്ട് കോപ്പിറൈറ്റ് വരുന്നുണ്ട് വീഡിയോക്ക്. അപ്പോൾ ചില പാട്ടിനൊന്നും കോപ്പിറൈറ്റ് വരുന്നില്ല. ഇപ്പം നമ്മൾ മറ്റേ പാട്ടുകളൊക്കെ ഉണ്ടല്ലോ കുട്ടികൾ കളിക്കണം, അതിനൊന്നും അങ്ങനെ കോപ്പിറൈറ്റ് വന്നിട്ടില്ല. ചില വീഡിയോ പാട്ടിനൊക്കെ കോപ്പിറൈറ്റ് വരണം. അതുകൊണ്ടാണ് ഞാൻ മുഴുവനായിട്ടൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ നമുക്ക്. അങ്ങനെ ഇപ്പം
ഞങ്ങളവിടെ ഞാൻ പറഞ്ഞല്ലോ 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടുന്ന് നമ്മളെടുത്ത വീഡിയോസ് ഒന്നും ക്ലിയർ ഉണ്ടായിട്ടില്ല കേട്ടോ, ഫോട്ടോസൊന്നും ക്ലിയർ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ക്യാമറമാൻ ഉണ്ടായിരുന്നു, അവൻ്റെ ഫോട്ടോസ് നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾ അവിടെ എത്തി, മക്കളും എല്ലാവരും അപ്പോൾ ഇതാണ് കേട്ടോ ചെക്കന്, എൻ്റെ അനിയന് ഇതാണ്. പിന്നെ അവനക്ക് എറണാകുളത്തൊക്കെ അവിടെ ഇങ്ങനെ എൻഗേജ്മെൻറ്റിന് തന്ന ചെക്കനക്ക് വാച്ചിടുക അങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ട് തോന്നിട്ട്. അപ്പോൾ അവനക്ക് വാച്ചിടുന്നുണ്ട്. ഓളെ അനിയനാണ് കേട്ടത്, ഇവർ 2 മക്കളാണ്. അനിയനാണ് ഓനെ വാച്ചിടുന്നത്. പിന്നെ മറ്റേത് വലിയമ്മ കേട്ടോ, ഓളെ ഉപ്പാൻ്റെ ഉമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതാ വാച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ അവിടെ പരിപാടികളൊക്കെ, നല്ല അടിപൊളി പരിപാടികളായിരുന്നു. പിന്നെ നമുക്ക് അധികം ഇങ്ങോട്ട് വീഡിയോ എടുക്കാനൊന്നും പറ്റണില്ല കേട്ടോ, കുട്ടികളൊന്നും വീഡിയോ എടുക്കുന്നില്ല. അവരൊക്കെ ഓരോ തിരക്കപ്പെട്ടിട്ട് എനിക്കും വീഡിയോ എടുക്കാനില്ല. അങ്ങനെ പിന്നെ ആരും വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങനെ നിൽക്കണില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഇനിയിപ്പോൾ അത് ഈ വീഡിയോ ഒന്നും നമ്മൾ എടുത്തത് അധികം നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ അത് ഉമ്മ കഴുത്തേക്ക് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ കഴുത്തേക്കും പിന്നെ റിങ് അതിന് കയ്യിൽ റിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഇട്ടെടുത്തു, ഉമ്മ കഴുത്തിലും കെട്ടി കൊടുത്തിട്ടോ. അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വലിയ ക്ലിയർ ഉള്ള ഫോട്ടോസൊന്നുമല്ല, എന്നാലും ഞങ്ങൾ അന്ന് എടുത്ത ഫോട്ടോസിൽ കുറച്ച് ഫോട്ടോസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ അന്നത്തെ എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ പറഞ്ഞത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ വീഡിയോ ഒക്കെ ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാനും നാത്തൂൻസും അനിയത്തിയും. പിന്നെ ഞങ്ങളെ ഫാമിലി ഫോട്ടോ ആണിത്. അപ്പോൾ ഫാമിലിയിൽ 2-3 പേരൊക്കെ ഇല്ലാത്തതുണ്ടായിരുന്നു. പിന്നെ ഓളെ ഫാമിലി കേട്ടോ, ഉമ്മയും ഉപ്പയും അനിയനും കൂടിയാണിത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി കാണുവരെ ഓക്കെ ബായ്.